ചെറിയ വണ്ടിയാടാ. അയ്യോ, ഒരുപാട് നോക്കാൻ പറ്റത്തില്ല. ഗട്ടർ റോഡാണ്. 1 കിലോമീറ്റർ കൂടെ ഇതുപോലത്തെ വഴിയായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഈ വ്യൂ കണ്ടിട്ട് നിർത്തിയാണ്. സ്വർഗം താഴെ ഇറങ്ങി വന്നതോ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ലൈവായിട്ട് കാട്ടുപന്നിനെ കാണിച്ചു തരാം കേട്ടോ. ലൈവായിട്ട് സോ ഗായ്സ്, ഏകദേശം ഒരു 6, 7, 8 കിലോമീറ്റർ ആയിട്ട് ഇതേ അവസ്ഥ തന്നെയാണ്. ഫുള്ള് ഗട്ടറും ടർമാക്ക് എന്ന് പറയുന്ന സാധനമില്ല. ഫുൾ ഗട്ടറും ഫുള്ള് പൊടിയും അതെല്ലാം കൂടെ ചരലും ഒക്കെ ആയിട്ടുള്ള റോഡാണ്. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ പണിയായിട്ടിരിക്കുകയാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഒന്നും പറ്റാത്ത സിറ്റുവേഷനിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹെയർ പിന്നും അതുപോലെ ഗട്ടറും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് വണ്ടി മൂവിങ്ങേ ആവുന്നില്ല. സെക്കൻഡ് ഗിയറിൻ്റെ മുകളിലോട്ട് മൂവിങ്ങേ ആവുന്നില്ല. സോ ദിസ് ഈസ് ദ ന്യൂ വേർണ 1.5 ലിറ്റർ ടെർബോ പെട്രോൾ ആട്ടോ. പക്ഷേ വണ്ടി അടിപൊളിയാണ്. പക്ഷേ എനിക്കിതിൻ്റെ ലുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായി ഒരു 1/4 മണിക്കൂറോളം നമ്മളിവിടെ റെസ്റ്റൊക്കെ എടുത്തു. നമ്മുടെ വണ്ടി കണ്ടോണം, ഫുള്ള് പൊടിയാണ്. സോ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. സോ ഇതിൻ്റെ പേര് ഐശ്വര്യ കേരള ഹോട്ടൽ, മലക്കപ്പാറ. സോ നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അതിൻ്റെ ഇവിടെ ഏകദേശം ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. സോ ഇവിടെ നിന്ന് വിടാനുള്ള പരിപാടിയാണ്. ചെറിയ വണ്ടിയാടാ, ചെറിയ വണ്ടിയാ. ഞങ്ങൾ കണ്ട ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. ഈ ഒരു അടിപൊളി ലൊക്കേഷനിൽ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ദയവായി ഇവിടെ മാലിന്യം വലിച്ചെറിയരുത്. സോ ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്. ഇവിടെ പുറകിലുണ്ടോ, പുറകിലും ടീയുടെ ഇതാണ്, ഫുള്ള് ചായയുടെ ഇതാട്ടോ. നല്ല നോക്കിയാൽ അടിപൊളി ലൊക്കേഷൻ ആട്ടോ, ഒരു രക്ഷയില്ല. സോ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തിയതാണ്, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. ജസ്റ്റ് മലക്കപ്പാറ ആൻഡ് വി ആർ ഗോയിങ് സ്ട്രെയിറ്റ്. ഓക്കെ. സോ ഇവിടെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ടീയുടെയും ഒക്കെ പരിപാടിയാണ്. ഫുള്ള് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ഫുള്ള് നോക്കിയേ, അടിപൊളി വ്യൂ ആട്ടോ ഗായ്സ്, ഒരു രക്ഷയില്ല. അടിപൊളി വ്യൂ ആണ്. ഷാനു, നിനക്ക് എങ്ങനെയാണ് വാഗമണ്ണ് പോലെ തോന്നിയേ? വാഗമണ്ണിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഇല്ലല്ലോ. മൂന്നാർ. ഓക്കെ, ബട്ട് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്, സോളിഡ്, അമേസിങ് വ്യൂ, ഒരു രക്ഷയില്ല. പക്ഷേ എന്നറിയോ, വ്യൂ ഒരുപാട് നോക്കാൻ പറ്റത്തില്ല. ഗട്ടർ റോഡാണ്. 1 കിലോമീറ്റർ കൂടെ ഇതുപോലത്തെ വഴിയായിരിക്കും. അത് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പശു വഴിയുടെ നടുക്ക് നിൽക്കുന്നു. നിനക്ക് വേണേൽ സൗകര്യം മാറിപ്പോക്കാം, ഞാൻ മാറില്ലെന്ന്. ഫൈനലി ഗായ്സ്, നല്ല റോഡ് വന്നിരിക്കുകയാണ്. സോ ഇവിടെ നിന്ന് വാൽപ്പാറ 25 കിലോമീറ്ററാണ് താഴെ ബോർഡിൽ കാണിച്ചത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറി ഗായ്സ്. ഫൈനലി കയറിയപ്പോൾ തന്നെ ഒരു വലിയൊരു ഹബ്ബുണ്ട്. കുഴപ്പമില്ല, സെറ്റാണ്. അങ്ങനെ ഫൈനലി കുറേ നേരത്തിന് ശേഷം, ഏകദേശം ഒരു 10-15 കിലോമീറ്ററിന് ശേഷം നല്ല വഴി വന്നിരിക്കുന്നു. ഐ എം സോ എക്സൈറ്റഡ്. നിലവിൽ ഇവിടെ നിന്നൊരു 24-25 കിലോമീറ്റേഴ്സ് ഉണ്ട് വാൽപ്പാറയിൽ. ഫൈനലി ഹെയർ പിൻ റോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. നല്ല രീതിയിൽ, പക്ഷെ നല്ല വീശി പോകാൻ പറ്റുന്ന വഴിയാണ്. പക്ഷെ നമ്മൾ ജാവയായിട്ടാണ് വന്നത്. ജാവയായിട്ട് നമുക്ക് അത്രയും വീശലും നടക്കൂല. ബട്ട് എനിവൈസ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഗായ്സ്. നമ്മൾ വീശാൻ വേണ്ടിയിട്ട് വന്നതല്ല, നമ്മൾ മാക്സിമം ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ അതിനുവേണ്ടി നമ്മൾ മാക്സിമം നോക്കിയോ, ഹെയർ പിന്നിൻ്റെ ലെവൽ നോക്കണേ, ഒരു രക്ഷയില്ല ഗായ്സ്. ഓ, സോ ഈ താഴത്തെ അലിയാർ ഡാം ആയിരുന്നു. സോ
സോ ഗുഡ്. നോക്കണം ഇവിടെ നമ്മൾ യു ടേൺ പോലത്തെയാണ് ഹെയർ പിന്. കാരണം ഇതിലധികം വീശൽ നടക്കൂല, കാരണം സൈലൻസർ ഒരയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീശലും കാര്യങ്ങളൊന്നും അധികം നടക്കൂല. പക്ഷേ ഈ ഒരു റൂട്ടിലുണ്ടല്ലോ ഹെയർ പിന്നിൻ്റെ ബഹളം കേട്ടോ. നോക്കിയേ അലിയാർ ഡാം നോക്കിയേ. ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ്. സൂപ്പർ സൂപ്പർ. ഇത് ഡാമിലധികം വെള്ളമൊന്നുമില്ല കേട്ടോ. നോക്കിയേ ഒരുപാട് വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എവറിത്തിങ് ഈസ് കൂൾ, എവറിത്തിങ് ഈസ് ഫൈൻ. ഒന്നും നോക്കാതെ വലത്തോട്ട് ഒരു സിഗ്നലെങ്കിലും ഇടണ്ട ചേട്ടാ. സോ നമ്മൾ ഈ വ്യൂ കണ്ടിട്ട് നിർത്തിയതാണ്. സോ ഇത് അലിയാർ ഡാമിൻ്റെ വെള്ളം കേട്ടോ. സോ നമ്മൾ താഴെ അലിയാർ ഡാമിൻ്റെ വെള്ളമാണ്. നോക്കി അടിപൊളിയായിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കി അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ കേട്ടോ. ഇത് ഫുള്ള് ഹെയർ പിൻ 40 ഹെയർ പിന്നുള്ള റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ആൻഡ് ടു ബി ഫ്രാങ്ക് ഇതുവരെ യാതൊരു കുഴപ്പമില്ല, എവറിത്തിങ് ഈസ് സെറ്റ്. വ്യൂ ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ കേട്ടോ ഗായ്സ്. ഒരു വ്യൂ നോക്കിക്കേ ഗായ്സ്, അടിപൊളി വഴിയാട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം ഇതിലേ ഉണ്ടല്ലോ ബൈക്കുമായിട്ടൊന്ന് വന്ന് നോക്കണം. നല്ല അടിപൊളി വഴിയാണ്. നിങ്ങൾക്ക് പേഷ്യൻസ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് പഠിക്കാൻ പറ്റുന്നൊരു വഴിയാണ് ഇതിലേക്കളെ. ലുക്ക് അറ്റ് ദിസ് വ്യൂ, ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ, അടിപൊളി വ്യൂ ആണ്. ഫുള്ള് തേയിലത്തോട്ടം, അതിൻ്റെ ഇടക്കേക്കടെ ഒരു വഴി. അത് ഒരുപാട് വലിയ വഴിയൊന്നുമല്ല, ചെറിയൊരു വഴി, പക്ഷേ വ്യൂ ഒരു രക്ഷയില്ല. നോക്കിയേ എൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയേ, നല്ല അമ്മാതിരി വ്യൂ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല, അതുപോലെ അടിപൊളി വ്യൂ ആണ്. എന്താ അവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. വാവ്. ലൈഫിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു തവണ നിങ്ങളൊരു ബൈക്കറാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡെഫിനറ്റ്ലി വരിക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും 101% ഇവിടെ ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. അതുപോലെയാണ് വ്യൂവും കാര്യങ്ങളുമൊക്കെ. ഞങ്ങൾ അധികം നിർത്താതെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് 199 കിലോമീറ്റർ സോഫാർ സോ ഗുഡ് നമ്മൾ ഓടിച്ചു. ഇനിയും നമുക്കുണ്ട് ഒരുപാട് പോകാൻ വേണ്ടി. ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെയും വ്യൂ ഉണ്ടല്ലോ. സോ ഫൈനലി നമ്മുടെ 360 ഈ ആഴ്ച വരും. സോ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് 360 ഇതുപോലത്തെ വീഡിയോ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ 360 വെച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അടുത്ത പ്രാവശ്യം പോലെ നമ്മൾ 360യിൽ നല്ല രീതിയിൽ ഇവിടെ കവർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇപ്പം ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കി ബെൽ ഐക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ 360 ഈ ആഴ്ച തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. ഇനി വരുന്ന എല്ലാ വീഡിയോസിലും 360 വീഡിയോസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കും കേട്ടോ ഗൈസ്. സോ എന്തായാലും ഇനിയിപ്പോൾ നിലവിൽ ഐ ഡോണ്ട് നോ വെദർ ഇനി എന്തുമാത്രം കിലോമീറ്റർ ഉണ്ട് എന്നറിയില്ല. ബോർഡും എവിടെയും കാണുന്നില്ല കേട്ടോ, നോക്കട്ടെ എന്തായാലും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ ഗൈസ്, ആ മല കണ്ടോ, ഫുള്ള് മല, അടിപൊളി വ്യൂ ആട്ടോ. ദ വ്യൂ ഈസ് ലിറ്ററലി സൂപ്പർ. സോ ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സോ ഐ റിയലി ഇനി എന്തായാലും ഒരു തവണ കൂടെ വരണം. അന്ന് ഞാനത് 360 വെച്ച് മൊത്തം ക്യാപ്ചർ ചെയ്തിരിക്കും. വാട്ട് എ വ്യൂ മാൻ, look at the view. Oh, 10 out of 10. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ, ഒന്നും പറയാനില്ല. ലിറ്ററലി ഇറ്റ്സ് അമേസിങ്. തമിഴ്നാട് വണ്ടിയാണ്, മാറ്റിത്തരത്തില്ല. ഇങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം നിലവിൽ പുതിയ ടർമാക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാ അറിയാം, പൊടിയുണ്ട് കേട്ടോ നല്ലപോലെ, അതൊന്ന് സൂക്ഷിക്കേണ്ടി വരും. പൊടിയുണ്ട്, തെന്നാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് എങ്ങോട്ട് കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഒരു 360 ആണ് മിസ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ടൈം നിങ്ങളെൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. അന്ന് നമ്മൾ മൂന്നാറിനൊക്കെ പോയപ്പോഴത്തേക്കും ഷാനും കൂടെ ഉണ്ടായിരുന്നു. 360യിൽ ഉണ്ടല്ലോ ഷോർട്സിന് നിങ്ങൾ ഭയങ്കര എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു, അപ്രിഷ്യേറ്റ് ചെയ്തു. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിരുന്നു എൻ്റെ അതല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ് 360. ബട്ട് നോ വറീസ്, നമ്മുടെ 360 ഈ ആഴ്ച കിട്ടും. ഇനിയുള്ള നമ്മുടെ എല്ലാ വീഡിയോസിലും 360 നോക്കിയേ, ആ വ്യൂ നോക്കിയേ. ഓ
ഓയ്യോ ഒരു രക്ഷയിലാട്ടോ, അടിപൊളി വ്യൂ. നല്ല അടിപൊളി വ്യൂ ഗായ്സ്. സ്വർഗം താഴെ ഇറങ്ങി വന്നതോ, ആ പാട്ട് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ട് സ്വർഗം ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കാർമേഘം ഇങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ കോരി ഒലിച്ചു വരുന്ന പോലെ ഉണ്ട്. നല്ല അടിപൊളിയാണ് ആ വ്യൂ കാണാൻ. എങ്ങനെയുണ്ട് ഗായ്സ് ഈ വഴിയെക്കുറിച്ചും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യുക ഗായ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ട്രിപ്പ് പോകാൻ ഒറ്റയ്ക്ക് പോകാൻ മടിയായതുകൊണ്ട് നിങ്ങൾ ട്രിപ്പ് പോകാതിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ഇല്ലാത്തതുകൊണ്ടാണ് ട്രിപ്പ് പോകാതിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക. നമുക്ക് ഒന്നിച്ച് ട്രിപ്പ് പോകാം, ഒരു കുഴപ്പമില്ല. വഴിപ്പണി നടക്കുവാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ വഴി ഒന്നും കൂടെ അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ വാൽപ്പാറയ്ക്ക്. സോ ഇത് കണ്ടോ, പൈൻ നിൽക്കുന്ന കണ്ടോ, അവിടെ പൈൻ നിൽക്കുന്നു. ഇത് അവിടെ കണ്ടോ, അടിപൊളി വ്യൂ ആട്ടോ. സോ ഇവിടെ ഈ മരമൊക്കെ നോക്കിയാൽ ഭയങ്കര വലുപ്പമുള്ള മരമൊക്കെയാണ്. ഇത് കണ്ടോ, എടാ നീ ആയെന്ന് കൈയൊന്ന് വെച്ചോടാ മരത്തിൽ. അപ്പുറത്ത് അങ്ങേറ്റം പോലെ ഇങ്ങനെ വട്ടത്തിലൊന്ന് നോക്കി, വട്ടത്തിലൊന്ന് പിടിച്ച് നോക്കി. ഇത് ഗായ്സ് നോക്കിയേ, ഭയങ്കര വലിയ മരമാണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. വേണ്ട എടാ പരുന്ത്, ഈഗിൾ ഫാൽക്കൺ. സോ ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്, ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഗ്രീനറി, നല്ല അടിപൊളി വ്യൂ ആണ്. സോ ഞാൻ ആക്ച്വലി ഇപ്പോൾ പില്ലിയനായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ മുതൽ ഓടിയിലാണ്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്. സോ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാലോ അടിപൊളി ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ. ഒരു പ്രത്യേക ഒരു ഫീലും പ്രത്യേക ഒരു ഇതുമാണ്. നിങ്ങൾക്ക് എന്തുമാത്രം ഇമാജിനേഷൻ എൻ്റെ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഓ നോക്കിയാൽ ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഈ സൈഡിൽ എന്തുകൊണ്ട്, ഈ സൈഡിൽ നോക്കണം, ഈ സൈഡിൽ വെയിൽ ഇച്ചിരി കൂടുതൽ അടിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. സോ ഈ ഒരു സൈഡിലും കണ്ടോ ഗ്രീനറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഗ്രീനറി. ഇറ്റ്സ് അമേസിങ്. ദ വ്യൂ ഈസ് സൂപ്പർ. വാവ്, നൈസ് മാൻ. പോകുന്നുള്ളൂ. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ വാൽപ്പാറയ്ക്ക്. എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി നമുക്ക് 1 ഡേ ട്രിപ്പാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ ചെയ്തത്. സോ ഇവിടെ വേറെ 1-2 ലൊക്കേഷൻസ് ഉണ്ട്. ആൻഡ് രാവിലെ കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് അവിടെയൊന്നും പോക്കോ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാൽപ്പാറ പോകുന്നു. വാൽപ്പാറ പോയി അവിടെ നിന്ന് നോക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോരുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് നേരെ പൊള്ളാച്ചി വഴി നമ്മൾ പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. പൊള്ളാച്ചി വഴി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഇച്ചിരി ലോങ് ആണ്, ബട്ട് ഇറ്റ്സ് റിയലി നൈസ് വ്യൂസ്. സോ അതുകൊണ്ട് ആ ഒരു റൂട്ട് പ്ലാൻ ചെയ്യുവാണ്. എനിവേസ് നോക്കട്ടെ എന്താ സംഭവം, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. സോ എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂസാണ്. നമ്മൾ ഫൈനലി വാൽപ്പാറ ടൗണിൽ പോയിട്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളിപ്പോൾ പൊള്ളാച്ചി വഴിയാണ് തിരിച്ചു പോകുന്നത്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല, പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. ആൻഡ് ഇപ്പോൾ എപ്പോൾ എത്തുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് മാക്സിമം ഐ എം ഗോണ ട്രൈ. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ലെറ്റ് മീ ട്രൈ. ഉറപ്പായിട്ട് ഞാൻ ട്രൈ ചെയ്യും. പിന്നെ പറയുകയാണെങ്കിൽ സോ ഫാർ സോ ഗുഡ്. 2 വണ്ടി മാറി ഓടിച്ചിട്ട് അടിപൊളിയാണ്. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. വഴിയും നല്ല അടിപൊളിയാണ്. പക്ഷേ ജാവ നമുക്ക് കോൺട്രിങ് എടുക്കാൻ കുറച്ച് ഇതാണ്. കാരണം വണ്ടി തട്ടുവോ മറ്റേ സൈലൻസർ ഒരയോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോർണർ എടുക്കാൻ വേണ്ടി കുറച്ച് ടഫാണ്. ബാക്കി വിഷയമൊന്നുമില്ല. സോ ഫാർ സോ ഗുഡ്. ദ ട്രിപ്പ് വാസ് വെരി നൈസ്. നിങ്ങൾ 2 സൈഡിലെ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. സോ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ വരെ സെയിം വ്യൂ തന്നെയായിരിക്കും. പിന്നെ അങ്ങോട്ട് ചേഞ്ച് ആവും. നമ്മൾ ഇങ്ങോട്ട് വലത്തോട്ട് വന്ന വഴിയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോകുമായിരിക്കും. അവിടെ നിന്ന് ലെഫ്റ്റ്. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ റൈറ്റ് തിരിഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നേരെ പോവും. നേരെ പൊള്ളാച്ചി വഴി നമ്മൾ അടിച്ച് പൊളിച്ചങ്ങ് പോകാനുള്ള പരിപാടിയാണ്. പുറകിൽ നിന്ന് പൊള്ളാച്ചി വഴിയിലോട്ട് തിരിഞ്ഞു. ആൻഡ് ഇവിടെയും നല്ല ട്വിസ്റ്റീസാണ് കേട്ടോ. സോ നിലവിൽ ഞാൻ ഒറ്റയ്ക്കാണ് ജാവയിൽ, പുറകിൽ ആരുമില്ല. ആൻഡ് ഇവിടെയും നല്ല ട്വിസ്റ്റീസാണ്. ഇത് കണ്ടോ, ഇതെല്ലാം പൈനാട്ടോ. ഇതെല്ലാം പൈൻ മരങ്ങളാണ്. ഈ റൈറ്റ് സൈഡിൽ കുറേ പൈൻ മരങ്ങളുണ്ട്. അടിപൊളി ബ്യൂട്ടിഫുൾ ആട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ ട്വിസ്റ്റീസാണ് ഇവിടെയും.
പക്ഷേ എന്നോട് പറഞ്ഞു അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇതിലേ ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിലെ പൊക്കോ. നമ്മൾ താഴെ ഒരാളോട് ചോദിച്ചു, ഒരു അണ്ണനോട് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ധൈര്യമായിട്ട് ഇതിലെ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇതിലെ നല്ല രീതിയിൽ ട്വിസ്റ്റീസ് ആണ്. പക്ഷേ വ്യൂ അടിപൊളി കേട്ടോ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് കണ്ട കൂട്ട് തന്നെ ഏകദേശം നല്ല അടിപൊളി വ്യൂസാണ്. പക്ഷേ നല്ല അടിപൊളി വ്യൂ ആണ്, കുഴപ്പമൊന്നുമില്ല. ടോട്ടൽ കിലോമീറ്റർ 222.5 ഫ്രം മോർണിംഗ്. സോ ഇപ്പം നമ്മൾ പൊള്ളാച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് പൊള്ളാച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ഇപ്പം ഞാൻ നമ്മുടെ പുതിയ കാർബണോയുടെ ബാക്ക് പാക്കിങ് പുറകിലിട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ബാക്ക് പാക്കിന് അത് പറയുകയാണെങ്കിൽ ലാപ്ടോപ്പ് കിടപ്പുണ്ട്, അതുപോലെ ഗോപ്രോയുടെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. ഇറ്റ്സ് റിയലി അമേസിങ്. കാരണം ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയൊരു നല്ല അടിപൊളി ബാഗാണ്. വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇട്ടിട്ടാണേലും. സോ ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ എല്ലായിടത്തും നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ താഴെ ചോദിച്ചപ്പോൾ ഞാൻ 2 റൂട്ടുണ്ടായിരുന്നു പൊള്ളാച്ചി പോകാൻ വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ റൂട്ടിൽ തന്നെ പൊക്കോ, ഇതിലെയാണ് വ്യൂ നല്ലതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് മറ്റേ വഴിയും കൂടെ ട്രൈ ചെയ്യാം ഗൈസ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വാൽപ്പാറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ മാക്സിമം വാൽപ്പാറ അത്രേ ഉള്ളൂ. പക്ഷേ വേറെ കുറേ സാധനങ്ങൾ കാണാനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. നമ്മുടെ പാർട്ട്നേഴ്സിനെ കാണുന്നില്ല. നോക്കട്ടെ എവിടെയാണ്. വരുന്നുണ്ട്. സോ വരുന്നുണ്ട്. വേണ്ട ഉണ്ടോ ആ വഴി ഇങ്ങനെ നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. വീശി ഇങ്ങനെ വരുന്നുണ്ട് അടിപൊളിയായിട്ട്. പോട്ടെ. ഈ റൂട്ടിൽ വന്നതിന് യാതൊരു നഷ്ടമില്ലെന്ന് ഞാൻ പറയുള്ളൂ. അടിപൊളി വ്യൂ ആണ്. താഴെ മറ്റേ പുള്ളി പറഞ്ഞ പോലെ നല്ല അടിപൊളി വ്യൂ ആണ്. നോക്കിയാൽ തന്നെ അറിയാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ. സോ എവിടെ നോക്കിയാലും നല്ല, എൻ്റെ റൈറ്റ് സൈഡ് നോക്കിയേ നല്ല അടിപൊളി വ്യൂ, ഓസം വ്യൂ ആണ്. സോ ഞാൻ ആക്ച്വലി വിചാരിച്ചത് അതിനേക്കാളും കൂടുതൽ, അതായത് ഞാനൊരു പോയിൻ്റ് ഓഫ് വ്യൂ വിചാരിച്ചിരുന്നു അതിനേക്കാളും കൂടുതൽ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് ഇവിടെ, ടു ബി ഹോണസ്റ്റ്. സോ അതുപോലെ തന്നെ വഴിയും നല്ല അടിപൊളിയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്പീഡിലും പോകാൻ പറ്റുന്നുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്. വാവ്, ഫിയറ്റ് പാലിയോ. വാവ്, നൈസ് മാൻ, റിയലി ഓസം. അതുപോലെ തന്നെ നോക്കി ഈ പൂവൊക്കെ നോക്കിയേ അടിപൊളിയാട്ടോ. ഇവിടെ റോട്ടിൽ നിന്ന് 2 പറിച്ചുകൊണ്ട് വീട്ടിൽ പോയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. സോ ലുക്ക് അറ്റ് ദാറ്റ്. സോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി മൈൻഡ് ബോഗ്ലിംഗ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ വ്യൂ ആണ്. സോ അതെ ഇതാണ് ഒരു രക്ഷയിൽ നല്ല അടിപൊളി കേട്ടോ. അടിപൊളി വഴി, നല്ല ട്രിപ്പ് മോഡിൽ വരാൻ പറ്റിയൊരു വഴിയാണ് ഗൈസ്. എന്തായാലും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആകെപ്പാടെ ഒരു നെഗറ്റീവ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360യുടെ കേസിൽ. സോ ലാസ്റ്റ് ടൈം മൂന്നാർ പോയപ്പോൾ ഉണ്ടായിരുന്ന പോലെ 360 ഉണ്ടായിരുന്നെങ്കിൽ ഇത് അതിമനോഹരമായിട്ട് നമുക്ക് റോളിംഗ് ഷോട്ട്സിൽ ഇങ്ങനെ കാണിക്കാമായിരുന്നു നിങ്ങളെ. അടിപൊളിയായിട്ട് ഒന്നുകൂടെ നല്ല അടിപൊളിയായനെ. ബട്ട് ഐ പ്രോമിസ് ഗായ്സ്, ഇനി വരുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ 360 കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ട്രാവലിംഗ് വീഡിയോസിൽ നമ്മുടെ 360 ഈ ആഴ്ച വരും. എല്ലാം ഓക്കെ ആണെന്നെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയുന്ന പ്രോമിസസും കീപ്പ് ചെയ്യുന്നതായിരിക്കും ഗായ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഈ ആഴ്ച തന്നെ നമ്മൾ 360 സെറ്റാക്കും. നെക്സ്റ്റ് ട്രിപ്പിൽ നമ്മൾ 360 യൂസ് ചെയ്ത് നല്ല അടിപൊളി വീഡിയോസും ഫുട്ടേഴ്സും എടുക്കും. വേണ്ട എൻ്റെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ നോക്ക്, എത്ര അതിമനോഹരമായ വ്യൂ ആണ്. എന്തായാലും ഈ വഴി എടുത്തതിനുണ്ടല്ലോ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. പുള്ളി പറഞ്ഞ പോലെ നല്ല അടിപൊളി വ്യൂസ്, ഒരു രക്ഷയില്ലാത്ത വ്യൂസ് കേട്ടോ. നിങ്ങളും വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റൂട്ട് തന്നെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. Look at this guys, it's really awesome. നല്ല അടിപൊളി. സോ ഗായ്സ് നല്ല രീതിയിൽ തണുപ്പാണ്, നല്ല പോലെ തണുത്ത് കേട്ടോ ഗായ്സ്. ലുക്ക് അറ്റ് ദ വ്യൂ. നമ്മുടെ വണ്ടി ഇവിടെയുണ്ട്. കൈയൊക്കെ നല്ല തണുത്തു. ടു ബി ഓണസ്റ്റ് നല്ല പോലെ തണുപ്പാണ്. ഇപ്പോൾ സമയം 5:20 ആവുന്നേ ഉള്ളൂ. പക്ഷെ തണുപ്പെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവല്. ആൻഡ് ഐ വാസ് ഫ്ലൈയിങ് ആൻഡ് 60-70 അടിപൊളിയായിട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്, അടിപൊളിയാണ്. മുകളിലൊക്കെ കോട കയറി തുടങ്ങിയിട്ടുണ്ട്. ദ വ്യൂ ഈസ് അമേസിങ്, ലിറ്ററലി ഇറ്റ്സ് സൂപ്പർ. പക്ഷേ നല്ല തണുപ്പാണ് ഗായ്സ്, നല്ല പോലെ തണുപ്പാണ്. സോ ഇതാണ് നമ്മൾ നിൽക്കുന്നൊരു വഴിയാണ്, ചെറിയൊരു വഴിയാണ്. തിരിച്ചിപ്പോൾ നമ്മൾ പൊള്ളാച്ചി കോയമ്പത്തൂർ പോകുന്ന റൂട്ടാണിത്.
ബട്ട് ഈ ഒരു വഴിയിൽ ഒന്ന് ചെറിയൊരു സ്റ്റോപ്പ് എടുത്താട്ടോ നമ്മൾ. ആക്ച്വലി ഇതിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാം, പക്ഷേ വഴി എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആൻഡ് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ടില്ല, അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യാമെന്ന് ഓർത്തു. ഉള്ളത് പൊള്ളാച്ചിക്ക് പോകുന്ന വഴിക്കാണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ടൈഗർ പോയിൻറ്റ്. സോ നമ്മൾ കണ്ട ഈ ഒരു വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ബൈക്സ് അവിടെയുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്. ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത മുതൽ കണ്ട അവിടെ പാറ, നല്ല അടിപൊളി. അവിടെ വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു, കണ്ട വൈറ്റ് ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വെള്ളച്ചാട്ടമാണ്. അമേസിങ് വ്യൂ, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ, പൊളി സാധനം, ഒരു രക്ഷയില്ല. ഈ വഴിയാണ്. വഴിയൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അത്യാവശ്യം ചെറിയതുണ്ട്, ഈ പുല്ലുകളൊക്കെ സൈഡിലുണ്ടെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ ഫാർ സോ ഗുഡ്. വഴി അടിപൊളി A1 കണ്ടീഷനിലാണ്. അങ്ങനെ നമ്മൾ ടൈഗർ പോയിന്റിൽ നിന്ന് താഴോട്ട് പോരുവാണ്. ആൻഡ് ഒരു ബൈക്കറും കൂടെ ജോയിൻ ചെയ്തു, ഇപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. മലപ്പുറത്താണ് ആളുടെ വീട്. ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ആൾ, യൂട്യൂബിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2 പേരായിരുന്നു, 2 ബൈക്കും 3 പേരായിരുന്നു, ഇപ്പം 3 ബൈക്കും 4 പേരായി. അടിപൊളിയാണ് കേട്ടോ, സെറ്റാണ്. ആളുടെ ഡ്യൂക്ക് 200 ആണ്. കയറി വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഡെഫിനറ്റ്ലി. ആളുടെ വീട് മലപ്പുറത്താണ്. സോ ഇവിടെ വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പരിചയപ്പെട്ടു. നല്ല ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് എവറിത്തിങ് ഈസ് ഓക്കെ. ഈ ഒരു വഴിയുണ്ടോ, നല്ല പോലെ തണുപ്പാട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല, നല്ല പോലെ തണുപ്പാണ്. അടിപൊളി തണുപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി തണുപ്പ്. ഇനിയിപ്പോൾ ഇവിടെ വരയാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ, വരയാടിനെ കാണാൻ പറ്റുമോ എന്ന് എന്തായാലും നോക്കാം. പക്ഷേ ഉണ്ടല്ലോ, തണുത്തിട്ട് ഒരു രക്ഷയില്ല, കൈയൊക്കെ എൻ്റെ ജാമായി, കൈയൊക്കെ എൻ്റെ നല്ല പോലെ ജാമായിട്ടുണ്ട്. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഈ ജാവ ഉണ്ടല്ലോ സിംഗിളായിട്ട് ഓടിക്കാനുണ്ടല്ലോ അടിപൊളിയാണ്. സിംഗിളായിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ ഒരുപാട് നല്ല രീതിയിലൊക്കെ വീശി നോക്കി, പക്ഷേ മറ്റേ നമ്മുടെ സൈലൻസർ വരുന്നു നമ്മുടെ ഡ്യൂക്ക്, സൈലൻസർ ഒരേന്നൊന്നുമില്ല. 2 പേരിരിക്കുമ്പോഴാണ് കുറച്ച് വിഷയം. ഈ വഴിയൊക്കെ ഉണ്ടല്ലോ ഗൈസ്, നല്ല പോലെ ത്രില്ലാവുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. ഹെയർ പിൻ, ഓ ഹലോ, ഹെയർ പിന്ന് അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി ഹെയർ പിൻ. അയ്യോ, 1 ഇത് നല്ല അടിപൊളിയായിട്ട്. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ 360 ഇല്ലാത്തതിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ അനുഭവിക്കുന്നത്. കാരണം 360 വേണ്ടതാണ് ഗൈസ്, 360 എന്തായാലും വേണം. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ 360 എടുക്കാം. ഈ വഴിക്കടെ ഉണ്ടല്ലോ 360 കിട്ടുന്നൊരു വിഷ്വൽസ് വേറെ ഒരു ക്യാമറയിലും കിട്ടത്തില്ല. അത് ഗൈസ് ലൈവായിട്ട് കാട്ടുപന്നിനെ കാണിച്ചു തരാം കേട്ടോ, ലൈവായിട്ട്. ഒരു മിനിറ്റ് കാണാൻ പറ്റുമോ നോക്കട്ടെ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഇത് കാട്ടുപന്നി കേട്ടോ, അത് നോക്കിയേ, ഇത് കാട്ടുപന്നി. ഇത് പല്ലൊക്കെ നോക്കി, അതിൻ്റെ ഭയങ്കര വലുത്. ഇതാണ് നമ്മുടെ ഡ്യൂക്കുള്ള ഫ്രണ്ട്. കാട്ടുപന്നി 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 വേണ്ട, കാട്ടുപന്നി അതല്ല എടാ, അപ്പുറത്ത് ചെറുത് നിൽക്കുന്നത്. വേണ്ട വന്ന് കാട്ടുപന്നി. ഓക്കെ വിട്ടോ, സ്ട്രൈറ്റ്. സോ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യൂക്ക് വേണ്ടേ അതാട്ടോ. സോ KL05 പാസിങ് നമ്മൾ വിചാരിച്ച കോട്ടയത്ത് നിന്ന് വല്ല പയ്യനും വന്നോർത്തുകൊണ്ട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിങ്ങളിപ്പോൾ നിലവിൽ എൻ്റെ നീലക്കുറിഞ്ഞി വ്ളോഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് നമ്മുടെ വിജീഷിനെ. സോ വിജീഷിൻ്റെ നാട്ടുകാരനാണ്. ആൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി, ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഏകദേശം മനസ്സിലായി. സോ ഞങ്ങൾ ഒന്നിച്ചാണ് മൂന്നാർ റൈഡ് പോയത്. അന്ന് ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി പോയപ്പോൾ ഒന്നിച്ചായിരുന്നു പോയത്. ആൻഡ് നിലവിൽ അവിടെ നിന്ന് മേലാറ്റൂരിൽ നിന്നാണ്ട് 10-15 കിലോമീറ്റർ ഉള്ളൂ പുള്ളിയുടെ വീട്. സോ സംസാരിച്ച് നല്ലപോലെ ഇൻട്രാക്ഷനായി. അപ്പോൾ പിന്നെ പറഞ്ഞു ഓക്കെ സെയിം റോഡ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഒന്നിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് സെറ്റായി. സോ ഡേ ലൈറ്റ് മാക്സിമം എത്ര വരെ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ വരയാടും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കട്ടെ, കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്താണ് ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വിടുവാണ്. അതേ ഇതാട്ടോ നമ്മൾ പോകേണ്ട റൂട്ട്, വരേണ്ട റൂട്ടും. ഇറ്റ്സ് റിയലി അമേസിങ് ഗൈസ്. നിലവിൽ ജാവയുടെ രാത്രിയിലെ ലൈറ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ലേ. ആൻഡ് അടിപൊളിയാണ് ലൈറ്റ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇതാണ് ഡിമ്മ്, ഇതാണ് ബ്രൈറ്റ്.
അത്യാവശ്യം നല്ല പോലെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ചുരം ഇറങ്ങുവാണ്, കാടിൻ്റെ അകത്താണ്. ആൻഡ് ഒരുപാട് വ്ളോഗ് ചെയ്യുന്നില്ല ഞാൻ. ആക്ച്വലി RTRൻ്റെ പുറകിലൊന്ന് കയറി കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുത്തു. രാവിലെ മുതൽ കണ്ടിന്യൂസ് ഓടിയതായതുകൊണ്ട്. ആൻഡ് ഞങ്ങളിപ്പോൾ നിലവിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊള്ളാച്ചിയിൽ നിന്ന് ഞങ്ങൾ നേരെ വടക്കാഞ്ചേരി റൂട്ടിലോട്ട് വന്നു. വടക്കാഞ്ചേരി റൂട്ടിലോട്ട് വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഞാൻ അതായത് നമ്മൾ പൊള്ളാച്ചി എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് എടുത്തു. വടക്കാഞ്ചേരി എത്താറായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്കമാലിയിൽ നിന്ന് നേരെ വീട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. സോ ഗായ്സ്, നമ്മൾ വേണ്ട വടക്കാഞ്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. നേരെ ഇപ്പം നിലവിൽ നമ്മൾ അങ്കമാലിക്കുള്ള റൂട്ടിൽ കയറി സുഖമായിട്ട്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഇവിടെ നിന്നിപ്പോൾ ഹൈവേ ആണ്. എന്തായാലും ഐ ഹോപ്പ്, ഇപ്പോൾ ഓൾറെഡി 10 മണി കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നത് നമുക്ക് എന്ത് കളിച്ചാലും നമുക്കൊരു 2 മണിക്കൂറിനുള്ളിൽ എത്തും, 2-3 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നോക്കട്ടെ എങ്ങനെയാണെന്നിപ്പോൾ അറിയത്തില്ല. നോക്കാം ഗായ്സ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഇന്നത്തെ റൈഡൊക്കെ അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമില്ല. ഒൺലി ദ തിങ് ഈസ്, എനിക്ക് 360 ഇല്ലാത്തത് വളരെയധികം സങ്കടപ്പെട്ടു പോയ ഒരു കാര്യമായിപ്പോയി. ബാക്കി ഓവറോൾ എനിക്കെല്ലാം റൈഡും സെറ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അത്യാവശ്യം നല്ലപോലെ സ്പീഡിലാണ് പോകുന്നത്. ബിക്കോസ് ലേറ്റായി, ഇനിയിപ്പോൾ ഒരു ഹൈവേയും ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ലൈൻ ഹൈവേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വിട്ടടിച്ച് പോകാനും പറ്റും. സോ വെൽക്കം ടു കുതിരാൻ ഗായ്സ്, ദ വൺ ആൻഡ് ഓൺലി tunnel in Kerala, the one and only tunnel in Kerala. So this is Kudiran. Wow. ഈ ഒരു ജാവ ഉണ്ടല്ലോ, ഒരു 80-100-ൽ സുഖമായിട്ടൊരു സ്ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു മെഷീനാട്ടോ. ലോങ് സ്ട്രെച്ചിലൊക്കെ നല്ല കംഫർട്ടബിളാണ്, ഒരു കുഴപ്പമില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഒരു 80-100-ൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല സ്മൂത്താണ് വണ്ടി. 80-100-ൽ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല സ്മൂത്താണ്. സോ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വ്ളോഗ് ചെയ്യാത്തത്. സോ ഞാനിപ്പോൾ ഒരു 100 പിടിച്ച് വരുമായിരുന്നു. ബട്ട് ഗായ്സ്, നല്ല അടിപൊളി കേട്ടോ. എന്നാ പറഞ്ഞാൽ വണ്ടിക്കൊരു 80-100 പോവുകയാണെങ്കിൽ നല്ല സ്മൂത്താണ് വണ്ടി. അതുപോലെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാനും നല്ലൊരു സുഖമുണ്ട്. ടു ബി ഹോണസ്റ്റ്, ജാവ ഈസ് റിയലി അമേസിങ്. സോ ഇന്ന് രാവിലെ മുതൽ ടോട്ടൽ നമ്മൾ 387 കിലോമീറ്റർ ഓടി. Guys, 100 അമേസിങ്. നിലവിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അങ്കമാലി എത്തുന്നവരെ, അങ്കമാലി ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഞങ്ങൾ സിക്സാഗ് എന്ന് പറഞ്ഞ് പോരുമായിരുന്നു ഗായ്സ്. ഇപ്പം നിലവിൽ നമ്മൾ മൂവാറ്റുപുഴ റൂട്ടിലോട്ട് കയറി. ആൻഡ് ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ച് വൈഡാണ് ഫ്രണ്ടിലോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിക്സാഗ് എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചെടുക്കേണ്ടി വരും ജാവാൽ. ബട്ട് ഓവറോൾ ദ എക്സ്പീരിയൻസ് വാസ് ഗുഡ്. സോ ടോട്ടൽ നമ്മൾ ഇന്ന് രാവിലെ മുതൽ 406.2 കിലോമീറ്റർ ഓടി ഇന്ന് ടോട്ടൽ. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് വെറുതെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം ബാക്കിലിരുന്നിട്ട് കുറച്ച് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടോ, ബാക്ക് സീറ്റിലിരുന്നിട്ട്. സോ ഓടിച്ചപ്പോഴൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ബാക്ക് സീറ്റിൽ ഇരുന്നപ്പോൾ ചെറിയ ഇഷ്യൂ കിട്ടി ഗൈസ്, അതാണ് പ്രശ്നം ഉണ്ടായത്. ബാക്കി ഓവറോൾ സീറ്റിംഗ് പോസ്റ്റർ കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഓടിക്കാനാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏത് വണ്ടിയാലും നിങ്ങൾക്ക് ടൂറിങ് ചെയ്യാം, അതിനൊരു വിഷയവും ഇല്ല. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വണ്ടി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഏത് വണ്ടിയിലും സുഖമായിട്ട് ടൂറിങ് ചെയ്യാം, അതിന് ഒരു ഇഷ്യൂ ഇല്ല. സോ ഈ ഒരു കാര്യം മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. വണ്ടി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വണ്ടി പണി മുടക്കും. സോ അതുകൊണ്ട് വണ്ടി എപ്പോഴും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് ഇത്രയും ദിവസവും ഞങ്ങൾ കുറേ ദിവസമായിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഇന്ന് ഇപ്പം നിലവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈഡ്. സോ ഏകദേശം എത്ര രൂപയുടെ പെട്രോൾ അടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 1500 റുപ്പീസിൻ്റെ അപ്രോക്സ് നമ്മൾ പെട്രോൾ അടിച്ചു. ആവറേജ് ഈസ് ഓൾസോ ഗുഡ്. കാരണം ഇത്രയും വലിയ ട്വിസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്, കയറ്റവും ഒക്കെയാണ്, അതുപോലെ ഹെയർ പിൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പോലെ ഫ്യൂലൊക്കെ ചിലവാകും. പിന്നെ ഒരു ട്രിപ്പിന് പോകുമ്പം
ഒരുപാട് പൈസ മൈലേജും കാര്യങ്ങളൊന്നും നോക്കി എന്തായാലും നമുക്ക് പോക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രിപ്പിന് പോകുമ്പോൾ എക്സ്ട്രാ ഫ്യൂവലും കാര്യങ്ങൾക്കുള്ള പൈസയും കാര്യങ്ങളും എല്ലാം കരുതുക. അതുപോലെ തന്നെ ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും യൂഷ്വലി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു എക്സ്ട്രാ കുറച്ച് ക്യാഷ് ആയിട്ടാണല്ലോ ATM നിന്ന് എടുത്ത് വെക്കുക. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഇപ്പം നിലവിലധികം ട്രാഫിക് ഇല്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർ പുറകിലായിപ്പോയി ആംബുലൻസ് വന്നപ്പോൾ. സോ അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. വൺസ് അവർ വന്നിട്ട് അത്യാവശ്യം ഇച്ചിരി സ്പീഡിൽ പോകാമെന്ന് ഓർത്തിട്ടാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി. ആൻഡ് വീടെത്തിയത് ഏകദേശം ഒരു രാത്രി 1:30 ആയി. കാരണം അമ്മാതിരി ട്രാഫിക് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഫുൾ എക്സോസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഗോപ്രോയിൽ ഒരുപാട് ഞാൻ വ്ളോഗോ കാര്യങ്ങളോ ചെയ്തില്ല. ഹോപ്പ്ഫുള്ളി ഫുള്ളായിട്ട് എല്ലാവരും വീഡിയോ കണ്ടെന്ന് ഞാൻ കരുതുന്നു. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ. കാണുന്ന എല്ലാവരും മാക്സിമം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.